ഈ തൊണ്ടി സാധനമായിട്ട് അവിടെ പോയി. ചാനലുകാരോ ഒരു യൂട്യൂബുകാരോ അത് വെളിയിൽ കൊണ്ടുവന്നിട്ടില്ല. പൾസർ സുനിക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ഒരാളുടെ അടുത്ത് ആയിരിക്കുമല്ലോ അത്. പ്രതിക്ക് കൂടുതൽ അവകാശങ്ങൾ ഉള്ളതായിട്ട് കോടതിക്ക് വലിയ നീതിയൊന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. തീവ്രമായ മനസ്സുള്ള ഒരാൾ ക്രിമിനൽ മൈൻഡ് അതിനകത്തുണ്ട്. അല്ല, ഈ കേസിനെ സംബന്ധിച്ച് നമ്മൾ മൊത്തം അവലോകനം ചെയ്യുമ്പം കോടതിയിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഹൈക്കോടതിയിൽ നിന്നും കിട്ടിയിട്ടില്ല, അതുപോലെ തന്നെ ട്രയൽ കോടതിയിൽ നിന്നും അത്ര നല്ല രീതിയിലൊരു സഹകരണം കിട്ടിയിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല, കോടതി ചെയ്തോട്ടെ, കോടതിക്ക് യുക്തമാകുമെന്ന് ചോദിച്ചോട്ടെ. പക്ഷേ വെളിയിലോട്ട് വരുന്ന ചില തെളിവുകൾ, ചില സൈബർ അല്ലെങ്കിൽ മൊബൈലിൽ നിന്നൊക്കെ വരുന്ന ചില കാര്യങ്ങൾ കോടതി അതിനകത്ത് അനാവശ്യമായിട്ട് ഇടപെട്ടു അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കാണിച്ചു എന്നുള്ള രീതിയിലൊക്കെ പലതും വരുന്നുണ്ട്. അത് നമ്മളെ ആശങ്കപ്പെടുത്തുന്നു. കാരണം കോടതി ഒരിക്കലും അങ്ങനെ പോകാൻ പാടില്ല. ഈ ട്രയൽ കോടതിയിൽ പല കാര്യങ്ങളും പോലീസ് അവിടെ റിപ്പോർട്ടായിട്ട് കൊടുക്കുമ്പം അത് അകാരണമായ ഡിലേ അവിടെ വരുത്തുന്നുണ്ട്. അതൊക്കെ കേസിന് വളരെ ദൂഷ്യം ചെയ്യും. ഒന്നാമത്തെ ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ ടൈം ലിമിറ്റ് വെച്ച് കൊടുത്തു. സുപ്രീം കോടതി നേരത്തെ ഒരു 26-ാം തീയതി ഡെഡ് ലൈൻ കൊടുത്തു. പിന്നെ ഹൈക്കോടതി അത് ഏപ്രിൽ 15 വരെ ആക്കി. അപ്പം പ്രതികൂലമായി ദിലീപിന് ധാരാളം എവിഡൻസ്. ബോംബെയിൽ ഒരു 4 വക്കീലന്മാർ പോയി അവിടെ ചെന്ന് ആ മൊബൈൽ ഫോണിനകത്തെല്ലാം ഡിലീറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അതിനെ സംബന്ധിക്കുന്ന വളരെയധികം എവിഡൻസുകൾ വളരെയധികം അവരെ ചോദ്യം ചെയ്യും. ആ വക്കീലന്മാരെ ചോദ്യം ചെയ്യും. അതിന് പോയവർ താമസിച്ച് എവിടെയാണെന്നും അവിടെ ഉപയോഗിച്ച ടെക്നോളജി എന്താണെന്നും അതെങ്ങനെയാണ് ഡിലീറ്റ് ചെയ്ത്, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പോലീസ് ചോദിക്കാനുണ്ട്. അത് അത്ര പൊതുജനങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ കോടതി കരുതുന്ന പോലെ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോലീസ് അന്വേഷിക്കുമ്പം സമയം കൂടുതൽ പോകും. ഈ കേസിൻ്റെ ആ കുട്ടിയെ നടിയെ പീഡിപ്പിച്ച ശേഷം അതിൻ്റെ ദൃശ്യമായിട്ട് ഈ 1-ാം പ്രതി പോയത് ഒരു വീടിൻ്റെ മതിൽ ചാടി അകത്ത് പോയി. ആരുടെ വീട്, എന്തിനു പോയി, തൃപ്തികരമായ ഒരു ഉത്തരം ഇതുവരെ ഇല്ല. അവിടെ എന്താണ് നടന്നത്, അതാണ് കേസിൻ്റെ തുടക്കം. ഈ തൊണ്ടി സാധനമായിട്ട് അവിടെ പോയി. അപ്പോൾ അതിനോട് നമുക്ക് അത് ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല. ഒരു ചാനലുകാരോ ഒരു യൂട്യൂബുകാരോ അത് വെളിയിൽ കൊണ്ടുവന്നിട്ടുമില്ല. ആരാണ് ആ സ്ത്രീ, അവർക്കെന്താണ് ഇതിനകത്ത് റോള്? പൾസർ സുനിക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ഒരാളുടെ അടുത്ത് ആയിരിക്കുമല്ലോ അത് വിളിച്ചിട്ട് ഇതുവരെ വന്നിട്ടില്ല. അത് ഈ കേസിൻ്റെ ഈ അന്വേഷണം ഗതിയെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്യുന്ന ഒരു പോയിൻ്റാണ്. പിന്നീടാണ് ലക്ഷ്യയിലേക്ക് പോയി ഇതിൻ്റെ ദൃശ്യം കൊടുത്തത്. അപ്പോൾ ഈ വീട്ടിൽ സ്വാഭാവികമായിട്ട് എന്തോ നടന്നു. ഒറിജിനൽ അതിൻ്റെ ദൃശ്യങ്ങൾ ആ വീട്ടിൽ കാണാം. അതിൻ്റെ കോപ്പി എടുത്തിട്ടായിരിക്കും അവിടെ പോയിരിക്കുന്നത് എന്ന് നമ്മൾ സംശയിക്കും ന്യായമായിട്ട്. അപ്പോൾ അത് എന്താണ് നടന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടുപിടിക്കണം. മറ്റു ചില കാര്യങ്ങൾ ഇതിനകത്ത് ഇനി കാവ്യ മാധവനെ ചോദ്യം ചെയ്തേ പറ്റുള്ളൂ.